എല്ലാവരും പറയും അതിജീവിതയ്ക്കൊപ്പം അങ്ങനത്തെ ഒരു ക്ലീഷേ ഡയലോഗ് ഞാൻ നിൽക്കുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെ പറയുന്നവർ തന്നെ ഉള്ള ആൾക്കാരുടെ നിലപാട് നമുക്കൊക്കെ അറിയില്ല. അല്ല, അമ്മ സംഘടനയിൽ അദ്ദേഹം തിരിച്ചു വരണമെന്നുള്ളത് അമ്മ സംഘടന തീരുമാനിച്ചിട്ടില്ല. അത്തരമൊരു ചർച്ച നടന്നിട്ടില്ല. മാത്രമല്ല, അത് അദ്ദേഹം ആലോചിക്കേണ്ടതാണല്ലോ വരണോ വേണ്ടതെന്നുള്ളത്. പിന്നെ അങ്ങനെയാണ്, അത് രാജിവെച്ച് പോയതല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും മെമ്പർഷിപ്പിന് അപേക്ഷിക്കണം. അങ്ങനെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അല്ലാതെ അയാൾ എടുക്കണ്ടേന്നുള്ളത് ഒരു തീരുമാനം എന്താ പറയുക കുറച്ച് ആൾക്കാർക്ക് പറ്റില്ല. സംഘടനയിൽ അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പാസ്സാക്കുകയും അത് ജനറൽ ബോഡി ഇവരൊക്കെ വേണം. കുറച്ച് പണിയുണ്ട്. മറ്റ് അസോസിയേഷൻ പോലെയല്ല അമ്മ. മറ്റ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ സെറ്റപ്പുള്ള അസോസിയേഷനാണ്, അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള അസോസിയേഷൻസാണ്. അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണത്. അതിൽ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റതൊക്കെ പവറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് എന്ത് പവറാണുള്ളത്? അമ്മയിലത്തെ ഏതെങ്കിലും ഒരു നടനെ പുറത്താക്കിയ ബാക്കി അംഗങ്ങൾ പണി കൊടുക്കുമോ? അസംഭാവ്യമാണ്. നമുക്ക് അങ്ങനെ ഒരു ബാർഗൈനിങ് പവറുള്ള ഒരു സംഘടനയല്ല അമ്മ. പക്ഷേ താരപ്പൊലിമയുള്ളതുകൊണ്ട് നിങ്ങൾ എല്ലാ മീഡിയയുടെയും ശ്രദ്ധ അതിലേക്ക്, അതത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റേതിനൊക്കെ ബാർഗൈനിങ് പവറുണ്ട്. ഇപ്പോൾ ഫെഫ്കയിലെ അംഗങ്ങൾ പണി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ വേതന വർദ്ധവിന് അവകാശപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു സാങ്കത്യമുണ്ട്. അതുപോലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ പണമുള്ളവരുടെ സംഘടനയാണ്. അവർ പടം എടുക്കേണ്ടതെന്ന് വെച്ചാൽ പടമില്ല. നടന്മാർക്ക് അങ്ങനെ ഒരു എന്താ പറയുക ബാർഗൈനിങ് പവറുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല അത്. പ്രതീക്ഷിതമായിരുന്നു ഈ വിധി? ഏത് വിധി? ഇത്തരത്തിലൊരു വിധി ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്നും അല്ല കൃത്യമാണ് വിധി അത് ഞാൻ എൻ്റെ നിലപാട് 2017 തന്നെ പറഞ്ഞത് പത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി. ടൈംസ് ഓഫ് ഇന്ത്യയിലുണ്ട്. ഞാൻ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിരാശ ഇത് കോടതി വിധിയാണല്ലോ. കോടതി വിധിയിൽ പലപ്പോഴും പല വിധികളിലും നമുക്ക് നിരാശയുണ്ടാവും, നമുക്ക് സന്തോഷമുണ്ടാവും. കാരണം ഇതൊരു എന്താ പറയുക, ഇപ്പോഴും വിധിയുടെ പൂർണ്ണ എന്താ പറയുക വിധിപ്പകർപ്പ് അല്ലേ, അത് പുറത്തു വന്നിട്ടില്ല. അത് 12-ാം തീയതി വരുള്ളൂ. അത് വരുന്നത് വരെ നമ്മൾ ഈ കോടതി വിധി അംഗീകരിച്ചേ പറ്റൂ. എൻ്റേതായ മനസ്സിലെ സങ്കല്പത്തിലുള്ള കോടതി ഇതൊന്നുമല്ല, അത് പോട്ടെ. പക്ഷെ ഇപ്പോൾ നിലവിലുള്ള ഭൗതിക സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ പൗരനുള്ളിലേക്ക് ഇങ്ങനൊരു കോടതി വിധി വന്നു. അപ്പോൾ വിധിയെ നമ്മൾ അംഗീകരിക്കുന്നു. ഇനിയിപ്പോൾ അപ്പീൽ പോകാനവർക്ക് സമയമുണ്ട്. പിന്നെ ഇനിയും കോടതികളുണ്ട്, ഹൈക്കോടതിയുണ്ട്, ഡിവിഷൻ ബെഞ്ചുണ്ട്, സുപ്രീം കോടതിയുണ്ട്. ഈ അപ്പീൽ പോലുള്ള തീരുമാനം വിമർശിക്കപ്പെടേണ്ടതുണ്ടോ? അല്ല, അതവർക്ക് അവകാശപ്പെട്ടതല്ലേ, അർഹതപ്പെട്ടതല്ലേ. ആർക്കും അങ്ങനെ ഒരു വിധിക്കെതിരെ അപ്പീൽ പോകാലോ. സർക്കാരിന് അപ്പീൽ പോയതിന് വിമർശനമൊക്കെ വരുന്നില്ല. സർക്കാർ അപ്പീൽ പോകേണ്ടതാണോ? അല്ല, എനിക്കങ്ങനെ വിമർശനമൊന്നുമില്ല. അല്ല, ഗൂഢാലോചനയുണ്ട് എന്ന് ദിലീപ് പറയുന്നു. അത് പോലീസ് ക്രിമിനൽ സംഘമായി പ്രവർത്തിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നു. എന്താണ് ശരിക്കും അതിനെക്കുറിച്ച് തോന്നുന്നത്? ദിലീപ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപ് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ശരിക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ദിലീപ് അയാളെ 85 ദിവസം ജയിലിലിട്ടതിനെതിരെ അല്ലെങ്കിൽ ആ ഒരു നടപടിക്കെതിരെ കേസിൽ പോകേണ്ടതാണ്. അല്ല, അങ്ങനെ പോകണമെന്നേ പറഞ്ഞു. പോയിട്ട് വേണം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിന് അംഗീകരിക്കുന്ന വരികയാവില്ലേ. ഇത് പകൽ പോലെ വ്യക്തമായ കുറേ കാര്യങ്ങളുണ്ടല്ലോ. നേരിട്ട് പല ഈ നടിയുടെ അനുഭവങ്ങൾ പലരും കേട്ടവരുണ്ട്, സിനിമാ മേഖലയിൽ നിന്ന് ആളുകളുണ്ട്. അപ്പം അവരൊക്കെ അങ്ങനെയൊക്കെ കേട്ട് അനുഭവിച്ച ആളെന്നുള്ളവർക്ക് ഇതൊരു വിധിയെ ആ രീതിയിൽ നമുക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്നതാണോ? വ്യക്തിപരമായി താങ്കൾക്ക് നിരാശയാണോ? അല്ല, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല. അത് ഇത് ഒരു വ്യക്തിയോടല്ലല്ലോ ഞാൻ പറയുന്നത്, മൊത്തം ലോകത്തിനോടല്ലേ. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ അടുപ്പമുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിരാശയാണോ ആശയാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അതിജീവിതയ്ക്കൊപ്പം അങ്ങനത്തെ ഒരു ക്ലീഷേ ഡയലോഗ് ഞാൻ നിൽക്കുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെ പറയുന്നവർ തന്നെ ഉള്ള ആൾക്കാരുടെ നിലപാട് നമുക്കൊക്കെ അറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.